മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കറി ഏതാണെന്ന് ചോദിച്ചാൽ ഒന്നാമത് തന്നെ നമ്മുടെ സാമ്പാറായിരിക്കും അല്ലേ. അപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അത്. സാമ്പാർ ആദ്യം ഉണ്ടാക്കി തുടങ്ങുമ്പോൾ നല്ല കുറുകിയ സാമ്പാറൊന്നും കിട്ടില്ല, അങ്ങനെ ഉണ്ടാക്കി കിട്ടിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ ചുവന്ന പരിപ്പ് എടുത്തിരിക്കണം. അത് നല്ലോണം കഴുകിയിട്ട് അതിലേക്ക് വേവ് കൂടുതലുള്ള കഷ്ണങ്ങളുണ്ടല്ലോ, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ചേന, മുരിങ്ങക്കായ അങ്ങനത്തെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒറ്റ വിസിലടിച്ച് വേവിക്കുകയാണ് കേട്ടോ. ഇനി മഞ്ഞപ്പരിപ്പ് എടുക്കണമെങ്കിൽ 2 വിസിൽ വരെ അടിക്കാം. അതിന് ശേഷം നമ്മുടെ കുക്കർ തുറന്നിട്ട് ബാക്കി എല്ലാ കഷ്ണങ്ങളും അതിൽ ചേർക്കുകയാണ്. കൂടെ കുറച്ച് മല്ലിയില കേട്ടോ. എന്നിട്ട് ഒറ്റ വിസിലടിച്ചാൽ മതിയാവും. പിന്നെ അതിലേക്ക് വെണ്ടക്കായ വേണമെങ്കിൽ വറുത്തിട്ടൊക്കെ ചേർക്കാം കേട്ടോ. അതിന് ശേഷം ഇതിൻ്റെ പൊടികൾ നമ്മൾ വേറെ ഒന്ന് മൂപ്പിക്കുകയാണ്. മല്ലിപ്പൊടി, മുളക് പൊടി, സാമ്പാർ പൊടി, കായം, ഇത് 4 വേറെ ഒന്ന് മൂപ്പിച്ചിട്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കരുത്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കലക്കിയ ശേഷം ഇട്ട് കൊടുക്കുക. അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ കട്ട കുത്താൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ആവശ്യത്തിന് പുളിയും കൂടെ പിഴിഞ്ഞൊഴിക്കുക. ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക. കഷ്ണം നല്ലോണം വെന്ത ശേഷമേ പുളി ചേർക്കാവൂ കേട്ടോ, അല്ലെങ്കിൽ പിന്നെ കഷ്ണത്തിൻ്റെ വേവ് കുറയും. അങ്ങനെ നമ്മുടെ സാമ്പാറിന് നല്ല മണമൊക്കെ വരും കേട്ടോ. ഇനി ഒന്ന് താളിക്കേ വേണ്ടൂ. അതിന് വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽ മുളകും വേപ്പിലയും പിന്നെ അതിലേക്ക് കുറച്ച് സാമ്പാർ പൊടിയും കായത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും. അങ്ങനെ നമ്മുടെ ഇഡ്ഡലിയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളി സാമ്പാർ റെഡിയാണ് കേട്ടോ.